ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് സംസാരിക്കുന്നുണ്ട്. അമ്മേ, എനിക്കെന്തായാലും ഇനിയും ഇങ്ങനെ കരുണയുടെ കൂടെ ജീവിക്കാൻ ഒരു താല്പര്യമില്ല. അവളെപ്പോഴും എന്നെ വിലക്കുറിച്ചാണ് കാണുന്നത്. എന്നാൽ അവൾ അവളുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവളാണെങ്കിൽ ഒരു അമ്മയാവില്ല എന്നുള്ള കാര്യം അവൾക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും അവൾക്ക് വലിയ രീതിയിലുള്ള അഹങ്കാരം തന്നെയാണ്. അമ്മയോട് ഞാനൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ലേ പണ്ട്, സ്വാതിയുടെ കാര്യം. ആ മോനെ എന്നുള്ള രീതിയിൽ നമ്മുടെ ദുർഗ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, സ്വാതിയെ എൻ്റെ ഈ ഭാര്യയായിട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതിൽ അമ്മയ്ക്ക് എന്താണ് അഭിപ്രായമെന്ന് നമ്മുടെ ദുർഗയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, എനിക്ക് നല്ല അഭിപ്രായമാണ്. എൻ്റെ മോൻ എന്ത് തീരുമാനമെടുത്താലും അമ്മ കൂടെ തന്നെ ഉണ്ടാവും. അല്ലെങ്കിലും ഒരു കൊച്ചുമോനെയൊക്കെ കണ്ട് മരിക്കണമെന്നാണ് എൻ്റെയും ആഗ്രഹം എന്നൊക്കെ ദുർഗ നമ്മുടെ ഉണ്ണിയോട് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അവൾ കണ്ണനെ എന്തായാലും സ്നേഹിക്കുകയില്ല, കണ്ണൻ അവളെയും സ്നേഹിക്കുകയില്ല. എന്തായാലും നിനക്കാണെങ്കിൽ ഒരു കുടുംബജീവിതം നല്ല രീതിക്കും കിട്ടിയിട്ടുമില്ല. എന്തായാലും സ്വാതി നിന്നെയും സ്നേഹിക്കുന്നുണ്ടാവുമായിരിക്കും. കാരണം നീയും അവളുടെ മുറച്ചെറുക്കൻ തന്നെയാണല്ലോ. എന്തായാലും ഞാൻ ഏട്ടനുമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാമെന്നൊക്കെ ദുർഗ പറയുന്നുണ്ട്. അങ്ങനെ ദുർഗയാണെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് തന്നെ. കാരണം സ്വാതിയെ അത്രയേറെ ഇഷ്ടമാണ് ദുർഗയ്ക്ക്. തൻ്റെ ചേട്ടൻ്റെ മകൾ സ്വന്തം വീട്ടിലോട്ട് വരുന്നതിൽ നമ്മുടെ ദുർഗ വളരെയധികം തന്നെ സന്തോഷവതിയാണ്. അങ്ങനെ ദുർഗയാണെങ്കിൽ നമ്മുടെ കരുണയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കരുണയോട് പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് നീ മാറിത്തരണം. എൻ്റെ മകന് പുതിയൊരു ജീവിതം തന്നെയാണ് ആവശ്യം. എൻ്റെ മകനായ അവൻ സ്വാതിയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്. നീ എന്തായാലും ഇനി ഈ കുടുംബജീവിതത്തിൽ നിന്ന് ഇവരുടെ ജീവിതം പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. നിനക്കൊരിക്കലും ഒരമ്മയാവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നുമോൻ്റെ ജീവിതത്തിൽ നിന്ന് നീ മാറിത്തരണം. അവനെങ്കിലും സന്തോഷമായി ജീവിക്കണം. ഇന്ന് വരെ അവനെ നീ സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുന്നതോ നോക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും കുറ്റം പറഞ്ഞ് അവനെ വേദനിപ്പിക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നീ അവനെ കുറ്റം പറയുമ്പോൾ നീ സ്വയം ഒന്ന് ആലോചിക്കണം. നീ എത്രത്തോളം നല്ലവളാണ്. നിൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ചിട്ട് വേണം നീ അവനെ കുറ്റപ്പെടുത്താനും ഒക്കെ ആയിരുന്നു. നീ അവനെ ഇച്ചിരിയെങ്കിലും സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും സ്വാതിയുടെ ഈ ഒരു ബന്ധത്തിന് ഞാൻ ഒരിക്കലും അവൻ്റെ കൂടെ കൂട്ടു നിൽക്കില്ലായിരുന്നു. എന്നാൽ ഇന്ന് വരെ നീ അവനെ കുറ്റം പറയുന്നതല്ലാതെ അവനൊരിക്കലും സ്നേഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ ഈ ഒരു തീരുമാനത്തിന് ഞാൻ കൂട്ടുനിന്നതെന്നും നമ്മുടെ ദുർഗ പറയുന്നുണ്ട് കരുണയോടാണെങ്കിൽ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ കരുണയാണെങ്കിൽ കമലേശ്വരം വീട്ടിൽ നിന്ന് പടിയിറങ്ങി സ്വന്തം വീട്ടിലോട്ട് എത്തുന്നുണ്ട്. കരുണാലയത്തിലെത്തിയ കരുണയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അപ്പോഴാണ് മോഹിനി അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചത്, എന്തു പറ്റി മോളെ, നിനക്ക് എന്താ പ്രശ്നം? നീ ആകെ മൊത്തം സങ്കടത്തിലും ദേഷ്യത്തിലൊക്കെ ആണല്ലോ, ഉണ്ണിമോൻ എന്താ വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, ഇല്ല, ഇനി അയാൾ വരില്ല. അയാൾക്ക് എന്നെ വേണ്ട. അയാൾ വേറെ വിവാഹം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അത് സ്വാതിയാണ് അയാൾ വിവാഹം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മോഹിനി പറയുന്നുണ്ട്, ഓ എന്താ മോളെ നീ പറയുന്നത്, എന്തായി സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പം നമ്മുടെ കരുണ പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം നിങ്ങളുടെ മകളാണ്. നിങ്ങളുടെ മകൾ കാരണമാണ് എനിക്കിന്ന് എൻ്റെ കുഞ്ഞില്ലാതായത്. അതുകൊണ്ടാണ് അയാൾ എന്നെ ഉപേക്ഷിച്ചത് എന്നുള്ള രീതിയിലൊക്കെ മോഹിനിയോട് സംസാരിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവരൊന്നും ദ്രോഹിക്കാൻ നീ നിൽക്കണ്ടെന്ന്. നീ നിൻ്റെ കാര്യം നോക്കി നിന്നിരുന്നെങ്കിൽ നിനക്ക് ഇന്ന് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. നിൻ്റെ അച്ഛനും മുത്തശ്ശിയും പറയുന്നത് കേട്ട് മാത്രമാണ് നീ വളർന്നത്. അതുകൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെ ആയിത്തീരുന്നത്. എപ്പോഴെങ്കിലും ഞാൻ പറയുന്ന കേട്ടിരുന്നെങ്കിൽ ഒരിക്കൽ പോലും നിനക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മോഹിനി പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അവരോട് തന്നെ നീ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. എനിക്കെന്തായാലും ഈ കാര്യത്തിൽ ഒന്നും നിന്നോട് പറയാനില്ല മോളെ എന്നുള്ള ഇതിൽ മോഹിനി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രതാപനോട് കരുണയാണെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, അച്ഛൻ എന്താണെന്ന് വെച്ചാൽ വേണ്ടതുപോലെ ചെയ്തോളാം. അവനല്ലെങ്കിൽ അവനേക്കാൾ നല്ലൊരുത്തിന് എൻ്റെ മോൾക്ക് കിട്ടും. എൻ്റെ മോള് കരയേണ്ട എന്നുള്ള ഇതിലൊക്കെ കരുണയോട് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാത്രി തന്നെ നമ്മുടെ പ്രതാപനാണെങ്കിൽ നമ്മുടെ ഉണ്ണിയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഉണ്ണിയോട് പറയുന്നുണ്ട്, നീ ചെയ്തതിന് നീ എന്തായാലും അനുഭവിക്കും. എൻ്റെ മോളെ ഉപേക്ഷിക്കാൻ നീ തയ്യാറാവുകയാണെങ്കിൽ നിന്നെ വെറുതെ ഞാൻ വിടില്ല ഉണ്ണി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മേഘനോട് പറയുന്നുണ്ട്, എല്ലാത്തിനും കൂടെ നിന്നിട്ട് നീ എന്നെ അവസാനം ചതിച്ചു അല്ലേ മേഘനാഥ എന്നുള്ള രീതിയിൽ പ്രതാപൻ സംസാരിക്കുന്നുണ്ട്. ഒരച്ഛൻ്റെ വേദന എന്താണെന്ന് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ പ്രതാപനോട് പറയുന്നുണ്ട് മേഘനാണെങ്കിൽ, എന്ത് ചെയ്യാനാ പ്രതാപൻ സാറേ, എൻ്റെ പെങ്ങളുടെ കാര്യമായി പോയില്ലേ. അവളിങ്ങനെ ജീവിതകാലം മുഴുവൻ ആ വീട്ടിൽ നിൽക്കുന്നത് കാണാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. എന്തായാലും ഉണ്ണിയും അവളും കൂടെ കല്യാണം കഴിച്ചാൽ അത് ഞങ്ങളുടെ കുടുംബത്തിന് നല്ലത് തന്നെയാണ്. കരുണയ്ക്ക് വേറെ ആലോചനയൊക്കെ വരുന്നുണ്ടല്ലോ, പിന്നെ അതിലങ്ങ് കെട്ടിച്ചാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട്, അവൾ ആദ്യമേ കല്യാണം കഴിച്ചത് നിൻ്റെ അനിയനായ ഉണ്ണിയാണ്. പിന്നെ അവനെ തന്നെ അല്ലാതെ വേറെ ആരെയാണ് അവൾ കല്യാണം കഴിക്കേണ്ടത്. അവളെ ഞാൻ അങ്ങനെയല്ല വളർത്തിയത്.
പിന്നെയെന്ന് വെച്ചാൽ അവൾക്ക് വേറൊരാളെ കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറൊരാളെ അവൾക്ക് വേണ്ടിയിട്ട് വരാതിരിക്കുന്നയോ ഒന്നുമല്ല. അവൾ ഞങ്ങൾ വിചാരിച്ച 100 ആൾക്കാർ എൻ്റെ പൊന്നുമോൾക്ക് കിട്ടും. പക്ഷെങ്കിൽ നീ തന്നെ അവളെ വിവാഹം കഴിക്കും മുന്നേ ഞാനാ പറയുന്നത്. നീ അവളെ ഉപേക്ഷിച്ചിരിക്കില്ല, ഒരിക്കലും നിന്നെക്കൊണ്ട് സ്വാതിയെ വിവാഹം കഴിപ്പിക്കില്ല അത് നിനക്ക് ഞാൻ പിന്നീട് മനസ്സിലാക്കി തരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രതാപനാണെങ്കിൽ മേഘനാഥിനെയും ഉണ്ണിയൊക്കെ വെല്ലുവിളിച്ച് പോകുന്നുണ്ട്. അപ്പം മേഘം പറയുന്നുണ്ട്, ഈ വെല്ലുവിളികളൊക്കെ പണ്ട് കേട്ടിരുന്നെങ്കിൽ ഇച്ചിരി സുഖമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിനോടൊന്നും ഒരു പേടിയും തോന്നുന്നില്ല. പക്ഷെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ പ്രതാപ, എൻ്റെ അനുജത്തിയുടെ കഴുത്തിൽ ഇവൻ എന്തായാലും താലി കെട്ടും. അത് നിങ്ങൾ നേരിട്ട് കാണുകയും ചെയ്യും, നിങ്ങളുടെ മകളും. ഞാനാ പറയുന്നത്. എന്തായാലും സ്വാതി ഉണ്ണിക്കുള്ളതാണ്, ഉണ്ണി സ്വാതിക്കുള്ളതും. അവരുടെ വിവാഹം ആര് മുന്നിൽ നിന്ന് നടത്തിയില്ലെങ്കിലും ഞാൻ നടത്തുന്നതായിരിക്കും എന്നുള്ള ഇതിലൊക്കെ മേഘൻ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദുർഗയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. പുതിയ മരുമകൾ വരുന്നതിൻ്റെ സന്തോഷമാണ് ദുർഗയ്ക്കാണെങ്കിൽ. ഇനിയിപ്പോൾ എന്തൊക്കെയാവും കമലേശ്വരം വീട്, ഇനിയിപ്പം എന്തൊക്കെയായി തീരുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു പ്രൊമോ ആയിട്ട് വരാം. ബൈ.